ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വചനമാണ്, ഒത്തിരി നമ്മൾ കേട്ടിട്ടുള്ളതും ധ്യാനിച്ചിട്ടുള്ള ഒരു വചനം തന്നെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്ക് അറിയാമല്ലോ. സ്ലീഹ പറയാൻ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, കുഞ്ഞുനാൾ മുതൽ നമ്മൾ ദൈവത്തെ മാത്രം വിളിച്ച് നടന്നിട്ടുള്ളവരാണ്. കുഞ്ഞിക്കൈ കൂപ്പിപ്പിടിക്കാൻ പ്രായമായപ്പോൾ തൊട്ട് ദൈവമേ എന്നല്ലാതെ മറ്റേ നമ്മൾ വിളിച്ചിട്ടില്ല. നമ്മുടെ ആശ്രയം ദൈവം മാത്രമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ. അടുത്തത് പറയുന്നു, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർ. നമുക്കെല്ലാവർക്കും ആ വിളി കിട്ടിയിട്ടുണ്ട്. ഒരു പ്രത്യേക വിളി, ഒരു സ്പെഷ്യൽ കോൾ എല്ലാവർക്കും ഉണ്ട്. അത് സമർപ്പണ ജീവിതത്തിലേക്കാകാം, പൗരോഹിത്യ ജീവിതത്തിലേക്കാകാം, കുടുംബ ജീവിതത്തിലേക്കാകാം, ഏകസ്ഥ ജീവിതത്തിലേക്ക് ഒരു വിളി നമുക്കെല്ലാവർക്കും ഉണ്ട്. ശുശ്രൂഷകൾ ചെയ്യാനുള്ളൊരു വിളി, മധ്യസ്ഥ പ്രാർത്ഥന നടത്താനുള്ളൊരു വിളി, നിശബ്ദമായി കുടുംബ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ സ്നേഹിക്കാനുള്ള വിളി, ഒരു വിളി നമുക്കെല്ലാവർക്കും ഉണ്ട്. വ്യത്യസ്തമായ രീതികളിലാണെന്ന് മാത്രം. അങ്ങനെ വിളി സ്വീകരിക്കപ്പെട്ടിട്ടുള്ള, തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നമുക്ക് സകലതും നന്മയ്ക്കായി കർത്താവ് മാറ്റും എന്ന് ഉറപ്പ് തരികയാണ്. ചില സമയങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തേ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ, എത്ര പരിശ്രമിച്ചിട്ടും ഞാൻ എന്തേ ഇങ്ങനെയായി പോകുന്നു, എനിക്കെന്തേ ഇങ്ങനെ സംഭവിക്കുന്നു, എൻ്റെ പ്രാർത്ഥനകളൊക്കെ വെറുതെ ആയി പോവുകയാണോ, നിഷ്ഫലമാവുകയാണോ, സംശയങ്ങളൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. സ്ലീഹ നമ്മളെ ഉറപ്പിച്ച് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു, സഹോദര സഹോദരി, എല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, എല്ലാം നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നിൻ്റെ ജീവിതത്തിൽ ശുഭകരമായിട്ടുള്ള ഭാവി അത് മാത്രം പ്രതീക്ഷിക്കുന്ന കർത്താവ് നിനക്ക് വേണ്ടി സകലതും നന്മയ്ക്കായിട്ട് മാറ്റും. നിൻ്റെ കണക്ക് കൂട്ടലനുസരിച്ച്, നിൻ്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് കാര്യങ്ങൾ വരുന്നില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെടല്ല. കാരണം അത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവം ഓർക്കാൻ, വിളി സ്വീകരിച്ച നാളുകളിൽ, കർത്താവിൻ്റെ പ്രത്യേക ഇടപെടൽ സ്വീകരിക്കാൻ തുടങ്ങിയ നാളുകളിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് ബോധ്യമായി ദേവാലയം പുതുക്കി പണിയണം. തന്നെ ഇറങ്ങുകയാണ്. വലിയ കുടുംബത്തിൽ നിന്ന്, വലിയ സാമ്പത്തിക നിലവാരമുള്ള ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച ഈ യുവാവ് ക്രിസ്തുവിൻ്റെ ആലയം പണിയാൻ മുന്നിട്ടിറങ്ങുകയാണ്. മുന്നിട്ടിറങ്ങി എന്ന് മാത്രമേ കൈവശമുള്ളൂ, അത് മാത്രമേ കയ്യിലിരിപ്പായിട്ടുള്ളൂ. വേറെ ഒന്നുമില്ല, പണമില്ല, ആൾക്കാരുടെ സ്വാധീനങ്ങളില്ല, സഹായിക്കാൻ ആരുമില്ല. ആ യാത്ര അങ്ങ് ആരംഭിക്കുകയാണ്. പള്ളി പണിയണമെങ്കിൽ കല്ല് വേണം. ഓരോ വീട്ടിലും കയറി ഇറങ്ങി കല്ല് ചോദിക്കുകയാണ്. എത്രയോ നാണക്കേടൊക്കെ തോന്നാം, എത്രയോ ലജ്ജ തോന്നാം, പക്ഷെ അങ്ങ് ഇറങ്ങുകയാണ്, ധൈര്യമായിട്ട് ഇറങ്ങുകയാണ്. ക്രിസ്തുവിനോടുള്ള സ്നേഹം അങ്ങ് ഇറങ്ങാൻ പ്രേരിപ്പിക്കുകയാണ്. ഓരോ വീട്ടിലും കയറി ഇറങ്ങി കല്ലുകൾ ശേഖരിക്കും. അങ്ങനെ പണി ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഇങ്ങനെ കല്ല് ശേഖരിക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ കിട്ടുന്ന വീട്ടിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം കഴിക്കും. അങ്ങനെയാണ് പതിവ്. ചില സമയത്ത് ചില വീടുകളിൽ ഭക്ഷണമൊക്കെ ചോദിച്ചാൽ അവരാട്ടിയിറക്കും, ഓടിപ്പിച്ച് കളയും. ഭിക്ഷക്കാർക്ക് കൊടുക്കുന്നത് പോലും കൊടുക്കാൻ ചിലപ്പം ചിലർ മനസ്സ് കാണിക്കുകയല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഗതികേട്, അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ ശാപമാണ്. അങ്ങനെ പല കമൻസും എല്ലാം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. വിമർശനങ്ങൾ ഒത്തിരി വിശുദ്ധ ഫ്രാൻസിസ് അസീസി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവാണ്. ചിലപ്പോൾ അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെയൊക്കെ വേസ്റ്റാവും അസീസിക്ക് കൊടുക്കുക. അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് ഒക്കെ സ്വീകരിച്ചിട്ട് ചില സമയത്ത് അതൊക്കെ കഴിക്കാൻ തുടങ്ങുമ്പോൾ വല്ലാത്തൊരു മനമടുപ്പ്, ഒരു ഇഷ്ടക്കേട്. ഇതൊക്കെ എങ്ങനെയാണ് കഴിക്കുക, വിശന്നിട്ടും മേല, കഴിക്കാനും പറ്റത്തില്ല, വല്ലാതെ മനസ്സ് അസ്വസ്ഥമായിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ട്. ഉടനെ വിശുദ്ധൻ ഇങ്ങനെ പറയുമായിരുന്നു, ദൈവമേ എനിക്ക് തെറ്റി, ഇത്രയും പോലും കഴിക്കാൻ അതിന് പോലുള്ള യോഗ്യത എനിക്കില്ല. അവരുടെ വേസ്റ്റാണ് എനിക്ക് തന്നതെങ്കിൽ പോലും അതുപോലും സ്വീകരിക്കാനുള്ള യോഗ്യത എനിക്കില്ല. തന്നെ കീഴടക്കുകയായിരുന്നു ഫ്രാൻസിസ്. തന്നെ കീഴടക്കുകയാണ്. തന്നിലെ ഇഷ്ടങ്ങളെയും തന്നിലെ മോഹങ്ങളെയൊക്കെ താല്പര്യങ്ങളെയൊക്കെ കീഴടക്കുകയാണ്. നമ്മളിലെ പലതിനെയും കീഴടക്കുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹാഗ്നി നമ്മളിൽ ജ്വലിക്കുകയല്ല. നമ്മളിലെ പലതും കീഴടങ്ങേണ്ടതുണ്ട്, പലതിനെയും തകർക്കേണ്ടതുണ്ട്, പലതിൻ്റെയും കൂർത്ത മുനകൾ മായ്ച്ച് ഒടിച്ച് കളയേണ്ടതുണ്ട്. എന്നാലേ ഈ ദൈവസ്നേഹാഗ്നി നമ്മളിൽ കത്തിജ്വലിക്കത്തുള്ളൂ. എത്രയോ അനുഭവങ്ങളിൽ നമുക്ക് ഉത്തരം കിട്ടാതെ പോയിട്ടില്ലേ, എന്തേ ഇങ്ങനെ സംഭവിക്കാൻ,
എന്തേ അങ്ങനെ സംഭവിക്കാൻ? അവരെന്തേ എന്നോട് ഇങ്ങനെ പറഞ്ഞത്? അവരെന്തേ എന്നെ ഇങ്ങനെ വിധിച്ചത്? അവരെന്തേ എന്നെ ഇങ്ങനെ വിമർശിച്ചത്? ചിന്തിച്ചിട്ടില്ലേ? ചില കാരണങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഒന്ന്, നമ്മളെ എളിമപ്പെടുത്താനാകാം, കുറെ കൂടെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാനാകാം, കുറെ കൂടെ ദൈവാശ്രയമുള്ളവരാക്കി മാറ്റാനായിരിക്കാം, കുറെ കൂടെ കൃപകളുടെ നിറവ് നമുക്ക് തരാൻ വേണ്ടിയിട്ടായിരിക്കാം. എല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ കണ്ടു എത്രയേറെ അധിക്ഷേപങ്ങൾ, എത്രയേറെ വിമർശനങ്ങൾ വിശുദ്ധൻ സ്വീകരിച്ചുവോ അത് മുഴുവനും കൃപയായി മാറിയിട്ടുണ്ട്. ഓരോ സഹനവും ഓരോ കൃപയ്ക്ക് വഴിതെളിച്ചു. ഓരോ ഞെരുക്കവും ഓരോ തുള്ളി കണ്ണുനീരും വിശുദ്ധൻ്റെ ജീവിതത്തിൽ അത് മുഴുവൻ കൃപയായിട്ട് മാറുകയാണ്. ഒരു സാധാരണക്കാരൻ യുവാവ് ക്രിസ്തുവിൻ്റെ സ്വരം കേട്ട് ഇറങ്ങുന്നു. ഇതാ സഹനങ്ങളെ മുഴുവനും നല്ല രീതിയിൽ സ്വീകരിക്കുന്നു. എല്ലാം നന്മയ്ക്കാണെന്ന് വിശ്വസിച്ച് മുന്നിട്ടിറങ്ങിയ ഫ്രാൻസിസ് അസീസിയെ കർത്താവ് വിശുദ്ധനാക്കി. ലോകത്തുള്ള സർവരും അറിയപ്പെടുന്ന, എത്ര വർഷമായി വിശുദ്ധ ഫ്രാൻസിസ് അസീസി മരിച്ചിട്ട് ആരെങ്കിലും മറന്നുപോയോ? മറക്കാൻ പറ്റുമോ? ഫ്രാൻസിസ് അസീസിയെ ഓർക്കാത്തവരുണ്ടോ? എന്തേ ഇന്നും അനേകരുടെ മനസ്സുകളിൽ ഈ വിശുദ്ധൻ ജീവിക്കുന്നു? എന്തേ ഇന്ന് അനേകരുടെ ഹൃദയങ്ങളിൽ നല്ലൊരു മാതൃകയായിട്ട് ഈ വിശുദ്ധൻ നിലകൊള്ളുന്നു? ഒരുപാട് സഹിച്ചിട്ടുണ്ട്, ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. തനിച്ചായിരുന്നു യാത്ര മുഴുവൻ, ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് നടക്കുകയാണ്. യുദ്ധം ചെയ്ത് തനിക്ക് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം അത് മനസ്സിലാക്കിയ, ഏറ്റുവാങ്ങിയ വിശുദ്ധൻ ധൈര്യമായിട്ട് നടക്കുകയാണ്. രണ്ടാം ക്രിസ്തു അങ്ങനെയല്ലേ അറിയപ്പെടുക? അങ്ങനെയല്ലേ വിളിക്കപ്പെടുന്നത്? പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കയ്യിലേക്ക് കർത്താവ് ഏൽപ്പിച്ചു തന്നിട്ടുള്ള ഈ ഉത്തരവാദിത്വങ്ങളും ദൗത്യങ്ങളും ഭംഗിയായി നിർവഹിക്കുമ്പോൾ അതിനിടയിൽ വരുന്ന എല്ലാ പ്രതികൂലങ്ങളെയും, കൊടുങ്കാറ്റിൻ്റെ അനുഭവങ്ങളെയും, തീജ്വാലകളെയൊക്കെ നന്മയ്ക്കായിട്ട് മാറ്റുന്ന കർത്താവിൻ്റെ കരം കാണാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം എളുപ്പമാണ്. നമ്മുടെ ജീവിതത്തിൽ പിന്നെ സന്തോഷം മാത്രമേ ഉള്ളൂ, പിന്നെ അവിടെ കണ്ണുനീരില്ല. ഒരു സഹോദരി ആത്മീയ ശുശ്രൂഷകളിലൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു സഹോദരി കുറേ നാൾ മുമ്പ് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. സിസ്റ്ററെ, 2 കുഞ്ഞു മക്കളുണ്ട്. എൻ്റെ ഭർത്താവ് നന്നായിട്ട് മദ്യപിക്കും. പൈസയൊക്കെ ഉണ്ട് വീട്ടിൽ, നല്ല സാമ്പത്തിക നിലവാരമൊക്കെയുള്ള കുടുംബമാണ്. എന്നും മദ്യപിച്ചിട്ട് വഴക്കാണ്. എത്ര വഴക്ക് പറഞ്ഞാലും ഈ ഭർത്താവിന് മതിയാവില്ല. വഴക്ക് മാത്രമാണേലും സഹിക്കായിരുന്നു. ഇടിയോ ഇടി, എന്തോരം ഇടിക്കൂന്നറിയോ? പുറമേക്ക് ആർക്കും അറിയത്തില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല മാന്യൻ, നല്ല മിടുമിടുക്കൻ, നല്ല സുന്ദരക്കുട്ടപ്പൻ, ആരും ഒന്നും പറയത്തില്ല. ഈ ഭാര്യയ്ക്ക് മാത്രമേ ഈ സത്യാവസ്ഥ അറിയത്തുള്ളൂ. ഭാര്യ ആരോടും പറയത്തുമില്ല, ഒരിക്കലും പറയില്ല. എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണോ, എന്നെ വിഷമിപ്പിക്കുന്നുണ്ടെന്നോ, എന്നെ ഇടിക്കുന്നുണ്ട്, നെവർ. ഒരു വാക്ക് പോലും പറയില്ല ഭർത്താവിനെ കുറിച്ച്. ഇവളിത് മനസ്സിൽ മുഴുവനും ഒതുക്കുകയാണ്. കുഞ്ഞുങ്ങൾ കാണുമല്ലോ, അവർക്കത് വലിയ വിഷമാകുമല്ലോ. ഈ സഹോദരി കരയുമ്പോഴും അല്ലെങ്കിൽ ഭർത്താവ് ഇടിക്കുമ്പോഴും തെറി പറയുമ്പോഴും വഴക്കടിക്കുമ്പോഴും ഒക്കെ ഈ കുഞ്ഞുങ്ങൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ള സങ്കടം ഈ സഹോദരിയുടെ മനസ്സിൽ വല്ലാതെ നിറഞ്ഞിരിക്കുന്ന അവസരത്തിലാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി അടുത്തേക്ക് വരിക. എന്നിട്ട് ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്, സിസ്റ്ററെ, ഭർത്താവ് അടിക്കുന്നതും ഇടിക്കുന്നതും ഒന്നുമല്ല എൻ്റെ വിഷയം. എനിക്കറിയാം എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ദൈവം അനുവദിച്ചിട്ടാണ്. ഇത് ദൈവം അനുവദിക്കുന്നില്ല എങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ ഒന്നും പറയില്ല, എൻ്റെ ഭർത്താവ് എന്നെ ദേഹോപദ്രവം ചെയ്യില്ല. ദൈവം അനുവദിച്ചിട്ട് തന്നെയാണ്, ഞാനത് മനസ്സിലാക്കുന്നു. എനിക്കിതിനൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ ഞാൻ എന്നിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ അറിയില്ല, എന്നെ ഒന്ന് സഹായിക്കണം. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ സഹോദരി വരിക. കുറേ പ്രാർത്ഥിച്ചു, കുറേ കാര്യങ്ങൾ പങ്കുവെച്ചു, കുറേ പറഞ്ഞ് മനസ്സിലാക്കി. കുറച്ചുകൂടെ താഴ്ന്നു കൊടുക്കാൻ, കുറച്ചുകൂടെ എളിമപ്പെടാൻ, കുറച്ചുകൂടെ വിട്ടുകൊടുക്കാൻ, സാരമില്ലെന്ന് വെക്കാൻ, മനഃപൂർവ്വം ചിലതൊക്കെ മായ്ച്ചു കളയാൻ, മനസ്സിൽ നിന്ന് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാൻ. ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മയിലേക്ക് വരികയല്ലേ, എന്നാലും അങ്ങനെ പറഞ്ഞില്ലേ, എന്നാലും അങ്ങനെ ചെയ്തില്ലേ, കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാൻ. അതിനി മനസ്സിൽ വേണ്ട, അങ്ങനെ ഒരു ചിന്തയില്ല, അങ്ങനെ ഒരു സംസാരമേ കേട്ടിട്ടേ ഇല്ല. അങ്ങനെ മുന്നോട്ട് പോകാൻ ഈ സഹോദരിക്ക് എളുപ്പമല്ല, പറയാൻ എളുപ്പമാണ്, അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ സഹോദരി പതുക്കെ പരിശ്രമിക്കാൻ തുടങ്ങി. ഹസ്ബൻഡ് എന്ത് പറഞ്ഞാലും, അവനെ എത്ര ഇടിച്ചാലും, ചിലപ്പോൾ ചുമരിനോടൊക്കെ നേരെ വെച്ചിട്ട് തലക്കിട്ടിട്ട് ഇടിയാണ്. 2-3 ദിവസത്തേക്ക് പിന്നെ തല അനക്കാൻ പറ്റില്ല, അത്രയും അവൻ ഇടിക്കും. അവൻ എന്ത് കയ്യിൽ കിട്ടുന്നു അത് വെച്ച് അടിയാണ്. കൈയും കാലൊക്കെ പൊട്ടി എത്രയോ പ്രാവശ്യം സ്റ്റിച്ചിടേണ്ടി വന്നിട്ടുണ്ട്. എല്ലാ നുണയും പറയും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്നിട്ട്, അങ്ങനെ മുറിഞ്ഞതാണ്, ഇങ്ങനെ മുറിഞ്ഞതാണ്, ഇവൻ്റെ അടി കൊണ്ട് കിട്ടിയതെന്നൊന്നും പറയത്തില്ല. പക്ഷേ ഈ സഹോദരി ഈ ഭർത്താവിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെയും ക്ഷമിച്ച്, പിന്നെയും എളിമപ്പെട്ട്, പിന്നെയും വിട്ടുകൊടുത്ത്, എന്ത് ഭർത്താവ് പറഞ്ഞാലും അനുസരിക്കാൻ ഒരു മനസ്സ്, എതിർക്കാതെ, ചോദ്യം ചെയ്യാതെ, വിധേയത്വത്തോടെ, എളിമയോടെ താഴ്ന്നു നിൽക്കാൻ, എളിമപ്പെട്ട് നിൽക്കാൻ ഈ സഹോദരി തയ്യാറായി. പതുക്കെ പരിശ്രമിച്ച്, പിന്നെയും വീഴുന്നുണ്ടായിരുന്നു, പിന്നെ എഴുന്നേക്കും, പിന്നെയും നടക്കും, പിന്നെയും പരിശ്രമിക്കും. ഒടുവിൽ
വളരെ അടുത്ത് കുറച്ച് നാൾ മുമ്പ് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഉടനെ ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പം വീട്ടിൽ, സന്തോഷമാണോ? ഉടനെ ഈ സഹോദരി പറഞ്ഞ കാര്യം എന്നെ ആശ്ചര്യപ്പെടുത്തിയത്, സിസ്റ്ററെ ഇപ്പോൾ എല്ലാ ഭർത്താക്കന്മാരെക്കാളും വെച്ചിട്ട് ഏറ്റവും നല്ല ഭർത്താവ് എൻ്റെ ഭർത്താവാണെന്ന് എനിക്ക് എവിടെയും പറയാം. എന്ന് വെച്ചാൽ എന്നാ കാര്യം, അതെന്നെ ഉണ്ടായി, എന്നാ സംഭവം? പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല, ഞാൻ മാറി. ഭർത്താവല്ല മാറിയത്, ഞാൻ മാറി. എൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നു. ഞാൻ എളിമപ്പെടാൻ തുടങ്ങി. സിസ്റ്റർ എന്ത് പറഞ്ഞാലും ഞാൻ എതിർക്കുന്നില്ല, എനിക്ക് എതിർക്കാൻ തോന്നാറില്ല. അത് എന്നെ ദൈവം അനുവദിച്ച് എനിക്ക് തന്നു. ഞാൻ കുറച്ചുകൂടെ എളിമപ്പെടാൻ, എൻ്റെ അഹങ്കാരം കുറയ്ക്കാൻ, എൻ്റെ ശൈലികളിൽ മാറ്റം വരുത്താൻ, കുറച്ചുകൂടെ സ്നേഹിക്കാൻ, കുറച്ചുകൂടെ സഹായിക്കാൻ ഒന്ന് വിട്ടുകൊടുത്തപ്പോൾ ഭർത്താവിന് വലിയ മാറ്റം. നന്മയ്ക്കായിരുന്നു, എല്ലാം നന്മയ്ക്കായിരുന്നു. എൻ്റെ ഭർത്താവ് ഇപ്പം മക്കളുടെ കാര്യമൊക്കെ നന്നായിട്ട് നോക്കും. എനിക്ക് പകുതി പണി എളുപ്പമാണ്. ഭർത്താവ് തന്നെ വീട്ടിലെ സർവ്വ പണിയും ചെയ്യുന്നത്. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും വീട്ടിലെ സകല ജോലികളും ഭർത്താവ് ചെയ്തിരിക്കും. ഭർത്താവിനും ജോലിയുണ്ട്, പക്ഷേ ഭർത്താവ് ഇച്ചിരി നേരത്തെ എത്തും വീട്ടിൽ. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് അവൾ ടയർഡായിട്ടല്ലേ വരിക, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തേക്കാം. എല്ലാ കാര്യത്തിനും ഒപ്പം നിൽക്കുന്നൊരു ഭർത്താവ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവിനെ ഞാൻ നേരിട്ട് കണ്ടപ്പം നല്ല സന്തോഷത്തോടെ അവനും സംസാരിക്കുകയായിരുന്നു. നല്ല മിടുക്കനായി, നല്ല സന്തോഷത്തോടെ. ഞാൻ ചോദിച്ചു, ഇപ്പം ഇച്ചിരി മദ്യമൊക്കെ കഴിക്കുമോ ഇടയ്ക്ക്? ഇല്ല സിസ്റ്ററെ, കഴിക്കാറില്ല. കംപ്ലീറ്റ് നിർത്തി. നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിട്ട് മാറി. ചില അനുഭവങ്ങൾ, ചില തിക്ത അനുഭവങ്ങൾ, ചില തിരസ്കരണങ്ങൾ, അതൊക്കെ നമ്മളെ കുറച്ചുകൂടി ഒന്ന് എളിമപ്പെടാനും താഴ്ന്നു കൊടുക്കാനും ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായി. നമ്മുടെ ജീവിതം എളുപ്പത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാനും നമുക്ക് സാധിക്കുകയാണ്. ക്രിസ്ത്യാനുകരണം ഇങ്ങനെ പറയും, ലോകത്തുള്ള സർവ്വ മനുഷ്യരും നിന്നോട് ശത്രുതയിലേക്ക് വരികയാണെങ്കിൽ നീ അതിൽ ആനന്ദിച്ചു കൊള്ളുക. കാരണം ഈശോയെ വേദനിപ്പിച്ചിട്ട് ഈശോയിൽ നിന്ന് മാറിയിട്ട് ലോകത്തിൻ്റെ സൗഹൃദം കിട്ടിയിട്ട് എന്ത് കാര്യം? ലോകത്തിൻ്റെ സൗഹൃദത്തെക്കാൾ കൂടുതൽ ലോകത്തിൻ്റെ ശത്രുത കിട്ടിയാലും കുഴപ്പമില്ല, ദൈവത്തെ വേദനിപ്പിക്കല്ല, ദൈവത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കല്ല, ദൈവത്തിൻ്റെ ഹൃദയത്തെ കുത്തി നോവിക്കാൻ ഇടവരുത്തല്ല. ക്രിസ്തുവിനെ സ്നേഹിക്കാൻ, ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കാൻ എപ്പോഴും നമുക്ക് സാധിക്കട്ടെ. അവിടുന്ന് തരുന്നത് മുഴുവനും നന്മയ്ക്കാണെന്ന് മാത്രം കാണാൻ, നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണെന്ന് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ജെറാർദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായൊരു സംഭവം, ജെറാർദ് ഒരിക്കൽ തൻ്റെ ആശ്രമത്തിലേക്ക് ഒരു കൊച്ചു വഴിയിലൂടെ നടന്നു വരികയാണ്. ആ വഴിയിൽ അതിലൂടെ ആരും നടക്കരുത്, അങ്ങനെ ഒരു നിരോധനാജ്ഞ അവിടെ വളരെ അടുത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് ഈ ജെറാർദിന് അറിയത്തില്ലായിരുന്നു. അതിലൂടെ ആരും പോകാൻ പാടില്ല എന്നൊരു കൽപ്പന വന്നിട്ടുണ്ട്, പക്ഷേ അത് ജെറാർദിന് അറിയത്തില്ല. നിഷ്കളങ്കനായ ജെറാർദ് എളുപ്പത്തിൽ ആശ്രമത്തിലെത്താലോ എന്നോർത്തിട്ട് ഈ വഴിയിലൂടെ നടന്നു വരികയാണ്. ഈ ജെറാർദ് ഈ വഴിയിലേക്ക് പ്രവേശിച്ചു എന്ന് കണ്ട നിമിഷം കാവൽക്കാരൻ ഇദ്ദേഹത്തിൻ്റെ മേലേക്ക് ചാടി വീഴുകയാണ്. എത്ര അടിച്ചു എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല. കയ്യിലുള്ള തോക്കിൻ്റെ പാത്തി വെച്ചിട്ട് അടിച്ചൊരു പരുവാക്കി. പാവം വല്ലാതെ തല്ലി തകർത്തിട്ടുണ്ട്. വേദന കൊണ്ട് പിടയാണ് ജെറാർദ്. കുറേ പറഞ്ഞു, എനിക്കറിയത്തില്ലാതെ വന്നതാണേ, തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണേ, മാപ്പ് തരണേ, ഇതൊക്കെ ജെറാർദ് വിളിച്ച് കരയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഈ മനുഷ്യൻ കേൾക്കുന്നേ ഇല്ല. അടിയോ അടി. ഒടുവിൽ മരിക്കാറായെന്ന് കണ്ടപ്പോൾ ഇട്ടിട്ട് പോയി. അതിൻ്റെ ഇടയിൽ ഈ കാവൽക്കാരൻ അടിക്കുന്നതിനിടയിൽ പറയാണ് പോലും, ഒരു സന്യാസിയെ കാത്തിരിക്കുകയായിരുന്നു എൻ്റെ ദേഷ്യം തീർക്കാൻ. നിനക്കിട്ടിട്ട് കുറച്ച് അടിച്ചപ്പോഴും എനിക്കൊരു സമാധാനം. നല്ല ഒരു കമൻറ്റും കൂടെ കൊടുത്തിട്ടാണ് ഇദ്ദേഹം പിന്നെ അടിച്ചിട്ട് മടുത്തിട്ട് നിർത്തിപ്പോണത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിന് മനസ്സിലായി ജെറാർദ് നിഷ്കളങ്കനായിരുന്നു, അറിയത്തില്ലാതെ ചെയ്തതാണ്, മനഃപൂർവ്വം ആ വഴിയിലൂടെ കടന്നു വന്നതല്ല, അനുവാദം ഇല്ലയെന്ന് അറിഞ്ഞിട്ട് പരിഹസിക്കാൻ അല്ലെങ്കിൽ അഹങ്കാരചിന്തയോടെ അല്ല, അറിയത്തില്ലാതെ വന്നതാണ്. ഇദ്ദേഹം മാനസാന്തരപ്പെട്ടു. ഈ കാവൽക്കാരൻ ജെറാർദിനെ അടിച്ച മനുഷ്യൻ മാനസാന്തരത്തിലേക്ക് വന്നു എന്നൊക്കെയാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുക. ഈ ജെറാർദ് ഒരു നിമിഷം പോലും ദൈവത്തെ മറന്നിട്ടില്ല. എല്ലാ സമയവും ദൈവ സാന്നിധ്യം, ആ സ്മരണയിൽ ആനന്ദിച്ച് ജീവിച്ച മനുഷ്യനാണ് വിശുദ്ധ ജെറാർദ്. ഒരുപാട് അധിക്ഷേപങ്ങൾ എത്ര തലങ്ങളിൽ ആരിൽ നിന്നൊക്കെ എന്തേരം സഹിച്ചിട്ടുണ്ട്. എപ്പോഴും പരിഹസിക്കപ്പെടും. എല്ലാവരുടെ മുമ്പിൽ ഒരു മന്ദബുദ്ധി പോലെയാണ്. എല്ലാവരുടെയും തല്ലുകൊള്ളാൻ വേണ്ടിയിട്ട് ജനിച്ചു വന്നൊരു ജീവിതം, അങ്ങനെ നമുക്ക് തോന്നിപ്പോവും. അത്രയേറെ പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട്, അത്രയേറെ സഹിച്ചിട്ടുണ്ട് ഈ ജെറാർദ്. എല്ലാവരാലും തഴയപ്പെട്ടിട്ടുണ്ട്. ആരുടെ മുമ്പിൽ ഒരു വിലയും ഈ ജെറാർദിനില്ലായിരുന്നു. രാത്രിയൊന്നും ഉറങ്ങില്ല പാവം. രാത്രിയൊന്നും ഉറങ്ങാറേ സമയം കിട്ടാറില്ല. പലപ്പോഴും കൊതുക് നല്ല ശല്യമാണ്, ഉറങ്ങാൻ പറ്റില്ല. അപ്പം ഒരിക്കലും ഒരു സഹോദരൻ ചോദിച്ചു, ജെറാർദേ, രാത്രിയൊക്കെ എങ്ങനെയാ ഉറങ്ങാൻ പറ്റുമോ? നീ ഉറങ്ങുന്നുണ്ടോ? ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല, ഭയങ്കര കൊതുക് ശല്യമായിരുന്നു. ഉടനെ ജെറാർദ് പറയാണ്, അത് കൊതുക് എനിക്കും ഉണ്ടായിരുന്നു, എൻ്റെ മുറിയിലും കൊതുക് ധാരാളം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കൊതുകിനോട് നന്ദിയുള്ളവനാണ്.
കൊതുക് കടിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയത്. എൻ്റെ ആത്മീയതയുടെ വലിയൊരു കടപ്പാട് എനിക്ക് കൊതുകിനോടുള്ളത്. കാരണം ഈ കൊതുക് കടിക്കുന്നതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ എഴുന്നേറ്റിരിക്കും, മണിക്കൂറുകൾ പ്രാർത്ഥിക്കും, മണിക്കൂറുകൾ. പകൽ പ്രാർത്ഥിക്കാൻ നേരമില്ല, ബിസിയാണ്, കുറേ കാര്യങ്ങൾ ചെയ്യണം, കുറേ ജോലിയുണ്ട് ഓടി നടന്ന് ചെയ്യാൻ, 5 മിനിറ്റ് ഇരിക്കാൻ നേരം കിട്ടത്തില്ല. അപ്പോൾ രാത്രി സമയങ്ങളിൽ ഈ കൊതുകാണ് എന്നെ പ്രാർത്ഥിക്കാൻ സഹായിക്കും. ഒരു കാര്യത്തിൽ പോലും പരാതിയില്ലാത്ത ജെറാർഡ്, കൊതുകിനോട് പോലും പരാതിയില്ലാത്ത ജെറാർഡ്. ഒന്ന് ഓർത്ത് നോക്കിയേ, മനുഷ്യരോടല്ലേ നമ്മുടെ പരാതി മുഴുവൻ? മനുഷ്യരോട് പരാതിയില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും പരാതി പറയാത്തവരുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? എല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി, സകലതും നന്മയ്ക്കായി കർത്താവ് നിന്നെ ഒരുക്കാൻ വേണ്ടിയിട്ട്, നിനക്ക് ഏൽപ്പിച്ചു തരുന്ന ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ നല്ലൊരു പരിശീലനം തരാൻ വേണ്ടിയിട്ട് ചില സഹനങ്ങളിൽ കൂടെ നിന്നെ കടത്തിവിടും. സംശയം വേണ്ട കേട്ടോ. നല്ലൊരു ഒരുക്കം, കുറച്ചുകൂടെ വലിയ സഹനം അല്ലെങ്കിൽ വലിയൊരു ദൗത്യം നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരാൻ പോവാൻ. അതിന് വേണ്ടിയിട്ട് ഒരു പരിശീലനം എന്ന നിലയിൽ നിന്നെ ഇപ്പോൾ ഈ സാഹചര്യങ്ങളിൽ, ഈ കാലഘട്ടത്തിൽ ചില ഞെരുക്കങ്ങളിലൂടെ കർത്താവ് വിടും. വിശുദ്ധ യോഹന്നാൻ, കുരിശിലെ യോഹന്നാൻ, ജോൺ ഓഫ് ദ ക്രോസ്, ഓർക്കുന്നില്ലേ? കുഞ്ഞുനാളിൽ 22-ാമത്തെ വയസ്സിൽ തൊട്ട് ഏകാന്തത അനുഭവിച്ചിട്ടുണ്ട്, കുറേ ഒറ്റപ്പെടൽ സഹിച്ചിട്ടുണ്ട്, ആരുമില്ലായിരുന്നു കൂട്ടിന്. ഇദ്ദേഹം നിയമങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതിൽ വലിയ കാർക്കശ്യമുള്ള ആളാണ്, വളരെ സ്ട്രിക്റ്റാണ്. സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിൽ നിയമങ്ങൾ പാലിക്കാൻ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന മനുഷ്യനാണ്. ഇത് ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് ഇച്ചിരി ഇഷ്ടക്കേട്. അപ്പോൾ അദ്ദേഹത്തോട് കൂട്ടുകൂടാൻ അവരാരും വരികയല്ല. അവരിച്ചിരി ലാവിഷായിട്ട് അടിച്ചു പൊളിച്ച് നടക്കാൻ ഇഷ്ടമുള്ളവരായതുകൊണ്ട് അവർ വേറെ മാറിപ്പോവും. അവരൊറ്റക്കെട്ട്. ഈ യോഹന്നാൻ ഒറ്റയ്ക്കാവും പലപ്പോഴും. അന്നൊക്കെ ആദ്യമൊക്കെ അതിനോടങ്ങ് യോജിക്കാൻ, മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാൻ വലിയ വേദനയാണ്. എന്നാലും ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ, എന്നാലും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു അക്ഷരം ഞാൻ ചോദിച്ചിട്ടും എന്നോട് മിണ്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതാണെന്ന് ഓർത്തിട്ട് പോലും ഒന്ന് ചിരിക്കാനോ കാര്യങ്ങളൊന്ന് പങ്കുവയ്ക്കാനോ എന്നോട് മനസ്സ് കാണിച്ചില്ലല്ലോ. ആദ്യമൊക്കെ കുറച്ച് വിഷമം തോന്നിയെങ്കിലും പിന്നീട് ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ഇത് ദൈവത്തിൻ്റെ വലിയൊരു പരിശീലനമാണ്, സ്വീകരിക്കുകയായിരുന്നു കുരിശിലെ യോഹന്നാൻ. പിന്നീട് തടവറയിലൊക്കെ കഴിഞ്ഞപ്പോൾ, ഏതാനും നാളുകൾ തടവറയിലൊക്കെ കഴിഞ്ഞപ്പോൾ അതിനു വേണ്ടിയിട്ട് കർത്താവ് നാളുകൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ ഒരുക്കിയതായിരുന്നു എന്ന് വിശുദ്ധ യോഹന്നാൻ്റെ ജീവിതത്തിൽ നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്രയോ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സത്യമല്ലേ? കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെ ഒരുക്കുകയല്ലേ ചെയ്യുക? കർത്താവ് നമ്മളെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനത്തിലൂടെയല്ലേ കടത്തിവിടുക? മദർ തെരേസ കൽക്കട്ടയിലേക്ക് വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല കൂട്ടിന്, ആരും ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് തന്നെയാണ് യാത്ര ചെയ്തത്. എത്രയോ മാനസിക സംഘടനം, എത്രയോ മാനസിക പിരിമുറുക്കങ്ങൾ, എത്രയോ മനക്ലേശം അനുഭവിച്ചിട്ടുണ്ടാവും. ആരുടെയും സപ്പോർട്ടോ പിന്നെ പതുക്കെ വന്നു എല്ലാം. പക്ഷേ ആദ്യ നാളുകളിൽ, ആ മുന്നിട്ടിറങ്ങിയ കാലഘട്ടങ്ങളിലൊക്കെ കർത്താവ് മാത്രമേ കൂട്ടിനുണ്ടായിരുന്നുള്ളൂ. എല്ലാം നന്മയ്ക്കാവും, വിശ്വസിക്കുകയാണ്, എല്ലാം നന്മയ്ക്കാവും. ബെൽജിയത്തിൽ നിന്ന് എത്തിച്ചേർന്ന, മൊളോക്കോയിൽ എത്തിച്ചേർന്ന ഡാമിയൻ, കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ച് മരിച്ച് വിശുദ്ധനായ വിശുദ്ധ ഡാമിയൻ ആരുടെ കൂട്ടുണ്ടായിട്ടാണ് ഇറങ്ങി തിരിച്ചത്? ആരുടെയും കൂട്ടുണ്ടായിരുന്നില്ല, കർത്താവിൻ്റെ കൂട്ട് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം നന്മയ്ക്കാവും. ഏറ്റുവാങ്ങുന്ന സഹനങ്ങളൊക്കെ എല്ലാം നന്മയ്ക്കാവും. ആ വലിയ ബോധ്യം ആണ് ഡാമിയനെ സ്വർഗത്തിലേക്ക് എത്തിച്ചത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിലെ അനുഭവങ്ങൾ, ഈ കാലഘട്ടത്തിലെ ഞെരുക്കങ്ങൾ, ഇത് മുഴുവൻ സ്വർഗത്തിലേക്കുള്ള കാൽവെപ്പുകളാണ്. ഒരു വ്യക്തി അനുഭവിക്കുന്ന സഹനത്തിൻ്റെ സ്വഭാവം നോക്കിയാൽ അറിയാം കർത്താവ് എത്രയോ വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തിയെ ഒരുക്കുക. സഹനത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയാൽ അറിയാം വലിയ കാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് നീ. ചെറിയ കാര്യങ്ങൾ ചെയ്യേണ്ട ആളല്ല നീ. നീ ഒരു മുറിയിൽ ഒതുങ്ങിക്കൂടേണ്ടവനല്ല, നീ ഒരു വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടവനല്ല. നിന്നെ കർത്താവ് എടുത്ത് ഉപയോഗിക്കാൻ പോവാണ്, നിന്നെ കർത്താവ് എടുത്തുയർത്താൻ പോവുകയാണ്. അതിന് ഞെരുക്കങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ഒരു പക്ഷേ നിനക്ക് യാത്ര ചെയ്യേണ്ടി വരും. കർത്താവ് എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും, എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും. ഞാൻ ഓർക്കുന്നു, ഒരു കുടുംബനാഥൻ വല്ലാത്ത സഹിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. വിദേശത്താണ് ജോലി ചെയ്യുക. ഭാര്യയും മക്കളും, 2 മക്കൾ സന്തോഷമായിട്ട് അവർ കഴിയുന്നു. ഫാമിലി നമുക്കൊരു പ്രശ്നവും പറയത്തില്ല. പക്ഷേ ഈ സഹോദരൻ ജോലി കഴിഞ്ഞ് വന്നാൽ മുഴുവൻ സമയവും വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭാര്യ മക്കൾ അവരോടൊക്കെ സംസാരിച്ച് ഫ്രീ ആണ് എന്ന് മനസ്സിലായാൽ ഉടനെ യൂട്യൂബിൽ കുറേ അധികം വചനങ്ങൾ കേൾക്കും, വചന പ്രഘോഷണങ്ങൾ കേൾക്കും. ശാലോം TV അതിലൂടെ മറ്റ് ഇതുപോലെയുള്ള ആത്മീയ ശുശ്രൂഷകൾ കേൾക്കാൻ പറ്റുന്നിടത്തോളം കേൾക്കും. കുറേ പോയിന്റ്സൊക്കെ നോട്ട് ചെയ്ത് വെക്കും. ആരാധനാ സ്തുതിപ്പുകൾ TVയിലൊക്കെ കേൾക്കുമ്പോൾ ഒപ്പം ഇരുന്ന് സ്തുതിക്കും, പ്രാർത്ഥിക്കും. ഭാര്യയെ വിളിക്കും, മക്കളെ വിളിക്കും, വാ മക്കളെ വാ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ച് ഈശോയിൽ ആനന്ദിക്കുന്ന ഒരു ജീവിതമാണ്. ഈ സഹോദരൻ ഒരിക്കൽ സംസാരിക്കാനായിട്ട് വന്നപ്പോൾ എന്നോട് പറയായിരുന്നു, സിസ്റ്ററെ
എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഏകാന്തത ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ജോലിക്കായിട്ട് നാട് വിട്ട ആ സമയം മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങി എൻ്റെ വീട്ടിൽ ഓരോരുത്തരായി വിശ്വാസത്തിൽ നിന്ന് അകന്ന് മറ്റൊരു വിശ്വാസത്തിലേക്ക് നടന്നു നീങ്ങുന്നത്. സഹോദരങ്ങൾ മുഴുവൻ ഓരോരുത്തരായി വിശ്വാസം നഷ്ടപ്പെട്ടു. അവർ വേറെ വിശ്വാസത്തിലേക്ക്, തെറ്റായ വഴിയിലേക്ക് അവർ നീങ്ങുകയാണ്. അവരുടെ കയ്യെ പിടിച്ച് കാലെ പിടിച്ച് പറഞ്ഞു, പോകല്ല്, അങ്ങനെ ഇട്ടിട്ട് പോകല്ല്, ഈശോയെ ഇട്ടിട്ട് പോകല്ല്. പക്ഷെ അവർ ഒറ്റക്കെട്ടായിട്ട് നിന്നു. അപ്പനും അമ്മയും സഹോദരങ്ങളും മുഴുവൻ അവരങ്ങ് മാറി. ഈ സഹോദരൻ പറയുന്നത്, ഞാൻ ഒറ്റയ്ക്കായി സിസ്റ്ററെ, ഞാൻ ഒറ്റയ്ക്കായി, ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ജോലിയുടെ അവധിയൊക്കെ കിട്ടുമ്പോൾ നാട്ടിൽ വരാൻ ഇഷ്ടമില്ലാതെയായി തുടങ്ങി. കാരണം അവിടെ ചെന്നാൽ അവിടെ ആരുമില്ല. അവർ ഉണ്ടെങ്കിൽ ഉള്ള 1-2 പേര് തന്നെയും അവർക്ക് അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നെ ഒരുപാട് അവരുടെ വഴിയിലേക്ക് ആക്കാൻ ട്രൈ ചെയ്തു. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. എൻ്റെ ഈശോ, എൻ്റെ അമ്മ, പരിശുദ്ധ അമ്മ എനിക്ക് അത്രയും നിർബന്ധമായിരുന്നു. ഞാൻ ഒരിക്കലും എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല. പക്ഷെ എൻ്റെ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് വലിയ വേദനയായിരുന്നു. എനിക്ക് അവരോട് പിണക്കമില്ല. ഇന്നും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. ഈ സഹോദരൻ പറയാൻ, അവർക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാലും സാമ്പത്തികമായിട്ടാണെങ്കിലും അപ്പോൾ എത്തിച്ചു കൊടുക്കും. എല്ലായ്പ്പോഴും അവരെ അങ്ങോട്ട് ഫോണിൽ വിളിക്കും. അവരിങ്ങോട്ട് വിളിക്കത്തില്ല, അങ്ങോട്ട് ഫോണിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യും. അവർക്ക് സന്തോഷമാണോ, അവർക്ക് സുഖമാണോ. പക്ഷേ ഒരിക്കൽ പോലും, ഈ സഹോദരൻ പറയും, ഒരിക്കൽ പോലും അവർക്ക് പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിക്കുമെന്നല്ലാതെ എനിക്ക് സുഖമാണോ, എനിക്ക് സന്തോഷമാണോ, ഭാര്യയും മക്കളും എന്ത് പറയുന്നു, ഒരിക്കൽ പോലും അവർ ചോദിച്ചിട്ടില്ല. പലപ്പോഴും തോന്നിയിട്ടുണ്ട്, കുടുംബത്തിൽ ഞാൻ ആർക്കും വേണ്ടാത്തവനാണ്, എന്നെ ആർക്കും ഇഷ്ടമില്ല, എന്നെ ആർക്കും വേണ്ട, ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഇല്ല സിസ്റ്ററെ. എൻ്റെ മനസ്സ് മുഴുവനും ഫ്രീ ആണ്. എൻ്റെ മനസ്സിൽ ഈശോ അല്ലാതെ വേറെ ആരും ഇപ്പോഴും ഇല്ല. എൻ്റെ ഭാര്യയും മക്കളും ഈശോ തന്ന വലിയ സമ്മാനമാണ്. അവരെ പൊന്നുപോലെ വളർത്താൻ, അവരെ വലിയ സ്നേഹത്തോടെ സുരക്ഷിതരായി അവരെ പരിപാലിക്കാനും അവരെ സഹായിക്കാനൊക്കെ ഈശോ അനുവദിക്കുന്നു. ഭംഗിയായിട്ട് കുടുംബജീവിതം പോകുന്നു. പ്രാർത്ഥന വർദ്ധിച്ചിട്ടേ ഉള്ളൂ. കുറച്ച് നാൾ മുമ്പ് കണ്ടപ്പം വല്ലാതെ മെലിഞ്ഞു പോയി. എന്തെങ്കിലും മെലിഞ്ഞു പോയത് എന്ന് ചോദിച്ചപ്പം ഭാര്യ ഉടനെ പറയായിരുന്നു, സിസ്റ്ററെ പ്രാർത്ഥനയാണ് മുഴുവനും, ഉപവാസവും പ്രാർത്ഥനയാണ്, ഒത്തിരി പ്രാർത്ഥിക്കും, ഒത്തിരി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കും. ഈ സഹോദരനും പറഞ്ഞു, സിസ്റ്ററെ ശരീരത്തിലൊക്കെ ക്ഷീണിച്ചാലും എൻ്റെ മനസ്സ് ഫ്രഷാണ്, നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഈശോ ഒരുക്കുന്നു. ചെറിയ ചെറിയ ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ തുടങ്ങി. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. പറഞ്ഞിട്ടും ഈ സഹോദരന് തീരുന്നേയില്ല. പറയുകയായിരുന്നു, എല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ചിലപ്പോൾ സഹോദരങ്ങളൊക്കെ ആയിട്ട് ഒന്ന് എളിമപ്പെട്ട് നിൽക്കാൻ, മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ തഴയപ്പെട്ടാലും താഴ്ന്നു കൊടുക്കേണ്ടി വന്നാലും ദൈവസന്നിധിയിൽ നമ്മൾ വിലയുള്ളവർ തന്നെ. ഒരാൾ നമ്മളെ സ്തുതിച്ചു പാടി അല്ലെങ്കിൽ ഒരാൾ നമ്മളെ നിന്ദിച്ചു, ഇതൊന്നുമല്ല നമ്മളാക്കുന്നത്. ഈശോ എങ്ങനെ നമ്മളെ കാണുന്നുവോ അത് തന്നെയാണ് ഞാനും നിങ്ങളും. ഈശോ എങ്ങനെയാണോ നമ്മളെ വിലയിരുത്തുക അത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയമുള്ളവരെ, മറ്റൊരാളുടെ വാക്കല്ല നമ്മളെ നയിക്കേണ്ടത്, മറ്റൊരാളുടെ പ്രതികരണമല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്. എൻ്റെ ഈശോ എന്നെ സഹായിക്കും, എൻ്റെ ഈശോ എല്ലാം എനിക്ക് നന്മയ്ക്കായിട്ട് മാറ്റിത്തരും. നമുക്കങ്ങനെ വിശ്വസിക്കണം. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഏത് പ്രവർത്തന മേഖലയിലാണോ നമ്മളെ വേരുറപ്പിക്കാൻ കർത്താവ് ഇഷ്ടപ്പെടുക, ഏതൊരു പ്രവർത്തന മേഖലയിലാണോ നമ്മൾ ഉറപ്പിച്ചു നിർത്താൻ കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുക, ആ മേഖലയിൽ തന്നെ ഒരു പക്ഷേ സാത്താൻ കയറി പ്രതികൂലങ്ങൾ ഉണ്ടാക്കാൻ ഏറെ സാധ്യതയുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഏറെ സാധ്യതയുണ്ട്. ഒറ്റ ഉദ്ദേശമേ കർത്താവിനുള്ളൂ, അവിടെ നിന്നെ വേരുറപ്പിക്കണം. അവിടെ ആയിരിക്കണം നിന്റെ കഴിവും ശക്തിയും. അങ്ങനെ ആ ഒരു വേരുറപ്പിക്കുന്ന സമയത്ത് സാത്താൻ ഒരുക്കുന്ന തന്ത്രങ്ങളെ അതിജീവിച്ച് എല്ലാം എൻ്റെ ദൈവം നന്മയ്ക്കായി മാറ്റും എന്ന വിശ്വാസത്തോടെ നീ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഉയർന്നു നിൽക്കുന്ന കർത്താവിൻ്റെ കരം നിനക്ക് കാണാൻ ഭാഗ്യമുണ്ട്. കർത്താവ് കൈവിടില്ല ഒരിക്കലും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കും. കണ്ണുകളടച്ച് കൈകൾ കൂപ്പാം. ഈശോയെ, എത്രയോ അവസരങ്ങളിൽ പരാതി പറഞ്ഞും സങ്കടപ്പെട്ടും മറ്റുള്ളവരെ പഴിച്ചും മനസ്സിൻ്റെ ഉണർവ് നഷ്ടപ്പെടുത്തിയും മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. വിശ്വാസത്തെ വളർത്താൻ, തീക്ഷ്ണതയിൽ ജ്വലിച്ചു നിൽക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. എല്ലാം നന്മയ്ക്കായി മാറ്റുന്ന നിൻ്റെ സ്നേഹത്തിൽ ആനന്ദിക്കാൻ, എല്ലാം നന്മയ്ക്കായി മാറ്റുന്ന നിൻ്റെ കരങ്ങളുടെ പ്രവർത്തനം എപ്പോഴും കാണാൻ എൻ്റെ ഈശോയെ എന്നെ സഹായിക്കണേ, എനിക്ക് ബലം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.